അലൈക്കും ചങ്കയിലെ മുത്തുമണീസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ നോമ്പ് ഇന്ന് 10ലേക്ക് എത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 10ാമത്തെ വിശേഷങ്ങളുമായിട്ടാണ് ആശം വ്ലോഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിന്ന് നന്ദി അറിയിക്കുകയാണ്. ആ നോമ്പ് ചടപ്പടയെന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. 10 എത്തി നമുക്ക്. അപ്പോൾ 10, 20, 30 മുമ്പ് നമുക്ക് 10K സബ്സ്ക്രൈബർ വെച്ചെങ്കിൽ നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും വലിയ സഹായം ഉണ്ടായിരിക്കണം. മറക്കണ്ട, നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വാഷിം വ്ളോഗിൽ 10ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോമ്പ് 10 ആഷിം വ്ളോഗും അത്താഴം മുതൽ ഇഫ്താർ വരെ എന്നുള്ള ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഈ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും വരുന്നുണ്ട്. അത് ഫോളോ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം ഫേസ്ബുക്ക് പേജ്. അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം എന്നാൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് അങ്ങോട്ട് പോന്നാലോ. എല്ലാവരും പോന്നോളി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. സമയം നമ്മൾ 11:30 മണിയായപ്പോൾ നീച്ചിട്ടുണ്ട്. നീച്ച് കുളിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ 10ാമത്തെ നോമ്പും ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. നാളെ മുതൽ 11ാമത്തെ നോമ്പാണ്. ഇനി നമ്മൾ എടുത്തതിൻ്റെ ഇരട്ടി നോമ്പാണുള്ളത് എന്ന് വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് പോകും. 15 കഴിഞ്ഞ് ചടപടേന്നായിരിക്കും നോമ്പ് അങ്ങോട്ട് പോവുക. ഞാനിപ്പോൾ കിടന്നിട്ടാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല എനർജിയാണ്, കുറച്ചും കൂടി നല്ല ക്ഷീണമായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നാളെ, അതായത് നിങ്ങൾ ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. എന്ന് ചെനക്കത്തൂർ പൂരമാണ്. പോകാൻ പറ്റൂല. നോമ്പ് എടുത്തിട്ടൊക്കെ പോയാൽ പണി 8ൻ്റെ കിട്ടും. അതുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും പൂരം തുടങ്ങിയിട്ടുണ്ടാകും. കാരണം അത് 5 മണിക്ക് റിലീസാവുക. ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ച് വരിക. അപ്പോൾ നമ്മുടെ വീഡിയോസിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും അയച്ചു കൊടുക്കാൻ വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ, ഇന്നത്തെ 10ാമത്തെ നോമ്പ് തുറയും വിശേഷങ്ങളുമായിട്ട് നമ്മൾക്കൊരു കൊച്ചു വീഡിയോ കണ്ടിട്ട് വന്നാലോ. മാറ്റി ഗൈസ്, നമ്മളൊന്ന് വൈകുന്നേരത്ത് കറങ്ങാനൊക്കെ പാട്ട് വന്നതാണ്. തീവണ്ടി കാണാൻ, പുഴ കാണാന്നോട്ട് വന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഇനി തിരിച്ചു പോകണത് എവിടേക്കൊക്കെ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ നാടിന്റെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ ഇങ്ങോട്ട് ഉള്ളിലേക്കാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഒരു ഉൾഗ്രാമമാണ്. നാട്ടുപുറം എന്താണ് കായലപ്പൊള്ള എന്നൊക്കെ പറയും. അവിടെ എത്തി. പക്ഷെ ഇവിടെ വണ്ടി ഒരു പട്ടയൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു പട്ടയൊക്കെ വെച്ച് കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിചാരിച്ചത് പിള്ളേരായിരിക്കുന്നു. നോക്കുമ്പോൾ റോഡ് പണി നടക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ തിരിച്ചു വേറെ എന്തെങ്കിലും വഴികൾ നമുക്ക് വീഡിയോയിൽ കണ്ടുപോകാം. അവിടെ പോയിട്ട് ഇംഗ്ലീഷ് തന്നെ കണ്ടു. അവിടെ പരിചയപ്പെട്ടു. അവിടെ ഫോട്ടോ എടുത്തു. ഗായ്സ്, അപ്പൊ നമ്മൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൂടെ വരികയാണ്. ഇത് പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ പാറയിൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. പാറ ഉണ്ടാ മീൻ പിടിക്കുന്ന ആൾക്കാര് പാറയിലാ മീനല്ലേ നമ്മളിവിടെ നമ്മുടെ കുടുങ്ങി ഗൈസ്. വഴി അറിയാൻ പറ്റി ഗൈസ്. രമണീയമായ സ്ഥലമാണ് ഇപ്പൊ നെബിൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നത്. പഴയലിക്കയുടെ ചുറ്റയ ഭാഗത്ത് ഉള്ളിലേക്ക് വന്നാൽ കാണുന്നതാണ് പാലക്കാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. വീഡിയോ വേറെ കണ്ടിട്ടൊന്നുമില്ല ഗൈസ്. അപ്പൊ മാക്സിമം അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഗൈസ്. നമ്മളങ്ങനെ മെയിൻ റോഡ് എത്തി. കുറെ വഴി തെറ്റി നമുക്ക് അങ്ങനെ പോയി അതിനെ പോയിട്ട് നമ്മൾ ഇതിന് 2 കിലോമീറ്റർ ഇപ്പുറത്ത് കൂടെ വന്ന് കയറിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ട്രെയിൻ കാണാൻ പോയ വീഡിയോസ് മൂഞ്ചി പോയിരിക്കുന്നു എന്ന് അറിയിച്ചുള്ളുന്നു. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോ നമുക്ക് വീഡിയോ കാണിക്കാൻ പോകാം. നമ്മൾ ഇന്ന് നാളെ നാട്ടിലെ ഭയങ്കര പൂരൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് രാത്രി ഇത് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുമോ കൂടെ ഒന്ന് നോക്കണം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. മെയിൻ റോഡ് കാണിച്ചിട്ട് ഇത് പാലക്കാട് പൊന്നാനി ഹൈവേ നമ്മുടെ ഷോപ്പിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നോമ്പ് തുറക്കണ വിശേഷങ്ങളുമായിട്ട് വരാം. കുട്ടികളുടെ കൂട്ട ഒച്ച കേട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആകാശത്ത് വലിയൊരു മഴവില്ലാണ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മഴവില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് അറിയില്ല. എന്നാൽ കഴിഞ്ഞത് എത്തുന്നത്. എന്നാൽ വേഗമായി നോമ്പറക്കാൻ സമയത്ത് നോമ്പറന്നിട്ട് തായ്പാര
യെസ്. അപ്പം നോമ്പ് തുറക്കെത്തിയ സമയം അങ്ങനെ അടുത്ത് ഏകദേശം 2 മിനിറ്റ് ബാക്കിയിരിക്കുകയാണ്. നമുക്കിന്ന് മധുരമുള്ള ബ്രെഡ് പൊരിച്ചതും അതുപോലെ ഈത്തപ്പഴം നഗറ്റ്സ് ആണ് സ്പെഷ്യൽ വേറുണ്ടാകുന്നത്. ഫ്രൂട്ട്സ് തണ്ണിമത്തൻ തീരെ കളറില്ല കേട്ടോ. ജ്യൂസിൽ ക്ലാസ്സിലേക്ക് പകരുന്നതേ ഉള്ളൂ. ഗ്ലൂസാസൊക്കെ സെറ്റാക്കി എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൂട്ടി വെക്കണതൊക്കെ ഒന്നും മാറ്റി പിടിച്ചു. അതിൻ്റെ ഇടക്ക് എന്താണ് എല്ലാം സെറ്റാക്കി അതിൻ്റെ ഇടയ്ക്ക് വെച്ചു. 2 ഗ്ലാസ് വെച്ച് കൊടുത്തതിന് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. 2 ഗ്ലാസ് വേണ്ട, 1 ഗ്ലാസ് മതി. നമുക്ക് ആ നാരങ്ങ വെള്ളം വലിയ ഇഷ്ടമല്ല, കുടിക്കില്ല, ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ. അവൻ വർത്തമാനം പറഞ്ഞ് അന്വയിപ്പിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കട്ടിൻ്റെ അടിയിൽ ടേബിളിൻ്റെ അടിയിൽ കൊളിയാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നോമ്പറക്കുള്ള സമയം ഇതാ ഏകദേശം എത്തിയിട്ടോ. ബാങ്ക് അങ്ങോട്ട് കൊടുക്കാൻ ഇതാ റെഡിയായി ബാങ്ക് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് മെയിൻ മെനുവിലേക്ക് നമുക്ക് പോകാം. മെയിൻ മെനു എന്തെന്ന് വെച്ചാൽ നല്ല ചായ ഉണ്ട്, നൂൽപുട്ട് 2 ഐറ്റം ഉണ്ട്, തേങ്ങ ഇട്ടതുണ്ട്, തേങ്ങ ഇടാത്തതുണ്ട്, പിന്നെ നല്ല ചെറുപയർ മസാലക്കറിയാണ് എന്നുള്ളത്. ഇന്ന് സാധാ നാടൻ ഭക്ഷണം രീതിയിൽ ഉണ്ടാക്കി. ഈ കറിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നൂൽപുട്ടിക്ക് ഇടിയപ്പത്തിലൊക്കെ അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാഷാ അല്ലാഹ് നമ്മുടെ 10ാമത്തെ നോമ്പും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇരട്ടി നോമ്പൊക്കെയാണ് നമുക്കുള്ളത്. 20 നോമ്പും കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ നോറ്റ് വീട്ടണം. എല്ലാവരും മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ട് ഇതൊന്ന് ഇൻട്രോ അത് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അടുത്തത് അതാണ്. അപ്പോൾ അച്ഛൻകളെ മണീസ്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുറന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കണം, കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ അങ്ങനെ നമ്മുടെ 10 നോമ്പും കഴിഞ്ഞു. നാളെ പൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നോമ്പ് വീഡിയോ മാക്സിമം ഇടാൻ പറ്റുമോ നോക്കാം. വീഡിയോ കാണാൻ പോകുന്നില്ല, ചൂടല്ലേ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും നാളെ 11ാമത്തെ നോമ്പിൽ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.